നമസ്കാരം ആദരണീയനായിട്ടുള്ള TPC. ഞാൻ ലക്ഷ്മി കാണത്ത്. നമ്മൾ കഴിഞ്ഞ തവണ ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് പഠിപ്പിച്ച് അങ്ങ് അനുഗ്രഹിച്ച് നിർത്തിയത്. അടുത്ത് നമ്മൾ 20-ാമത്തെ ശ്ലോകത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങയുടെ ആമുഖത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ഡോക്ടർ ലക്ഷ്മി പഠിപ്പിച്ചു അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭയമാണ്. ഏറ്റവും ഗുഹ്യമായ ഭഗവത്ഗീതയുടെ ഹൃദയം എന്ന് പറയുന്ന രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലൊക്കെ ഒന്ന് എത്തി നോക്കാനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് ഒരു ഈശ്വര സ്വരൂപ ജ്ഞാനമാണ്, നിഷ്കാമ ഭക്തിയാണെന്നൊക്കെ പറയാം. ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഈശ്വരൻ ആരാണ്, ലോകവും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഭക്തി എങ്ങനെ നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഈ ഉത്തരം കണ്ടെത്തുന്നത്. രാജവിദ്യ രാജഗുഹ്യ യോഗമാണ്. വിദ്യകളുടെ രാജാവാണ് രാജവിദ്യ. രഹസ്യങ്ങളുടെ രഹസ്യമാണ് രാജഗുഹ്യം എന്ന് പറയുന്നത്. വളരെ വിശുദ്ധവും അനുഭവിക്കാൻ സാധിക്കുന്നതും നിത്യമായിട്ട് ഫലം കിട്ടുന്ന തരത്തില് ആത്മാവിനെയും ഈശ്വരനെയും കുറിച്ചുള്ള ശാസ്ത്രം എന്നൊക്കെ പറയാം. അപ്പൊ ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞ് നിഷ്കാമമായ ഭക്തിയിലൂടെ ഏറ്റവും നല്ല സുരക്ഷയിലേക്ക് എത്താവുന്ന, ഈ സംസാരം എന്ന് പറയുന്ന ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളിലൊക്കെ മോഹങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മോഹത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് ഉയരാൻ, ആ മോഹത്തിനും സംസാരത്തിലേക്ക് അതിജീവിച്ച് മോക്ഷത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന വലിയ മഹത്തായ ജ്ഞാനവും അതിൽ വളരെ ഗൂഢമായ ആത്മീയ രഹസ്യവും ഒക്കെയാണ് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ട ഭാഗം ജ്ഞാനത്തിന്റെ മഹത്വമാണ്. ആദ്യത്തെ ഭാഗം വളരെ കൃത്യമായിട്ട് 1 മുതൽ 6 വരെയുള്ള ശ്ലോകം, 7 മുതൽ 10 വരെയുള്ള ശ്ലോകം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഉദ്ഭവം ആണ്. അത് കഴിഞ്ഞിട്ട് 11 മുതൽ 15 വരെ ദൈവികമായ സ്വഭാവവും ആസുരികമായ സ്വഭാവവും ഇതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് 16 മുതൽ 19 വരെ നമ്മൾ കണ്ടത് എല്ലാത്തിൻ്റെയും ആത്മാവ് ഈശ്വരനാണ് എന്ന നമ്മളെ അറിവാണ്. അതിൽ കൃഷ്ണൻ പറയുന്നത് ഞാനാണ് ജ്ഞാനം, ഞാനാണ് മന്ത്രം, ഞാനാണ് അഗ്നി, ഞാനാണ് ഹോമം, ഞാനാണ് പിതാവ്, ഞാനാണ് മാതാവ്, ഞാനാണ് ധാതാവ്, എന്തൊക്കെ പറയാൻ പറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി 20 മുതൽ 25 വരെയുള്ളത് സകാമഭക്തിയാണ്, നിഷ്കാമഭക്തിയാണ്. ഇത് എന്താണ് ഫലം എന്ന്, എനിക്ക് ഇത് വേണം, എനിക്ക് ഇത് വേണം എന്ന് ആഗ്രഹത്തോടു കൂടി ആരാധനയോടുകൂടി അതിന്റെ ഫലം എന്താണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പുണ്യം കിട്ടും, സ്വർഗം കിട്ടും. ഒരു താൽക്കാലിക സുഖമല്ല, പെർമനന്റ് ആയിട്ടുള്ളൊരു സുഖം. ആ പുണ്യം തീർന്നാല് പിന്നെയും ജനിക്കാൻ വേണമെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ്. ഈശ്വരൻ മാത്രം മതി എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ആത്മശാന്തി എന്താണ്, ഈശ്വരപ്രാപ്തി എന്താണ്, മോക്ഷം എന്താണ്, ഇതിലാണ് ഏറ്റവും പ്രധാനമായ ഭഗവത്ഗീതയുടെ കാതൽ എന്ന് പറയുന്ന അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. 9-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകമൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം 20-ൽ തുടങ്ങിയാൽ 22 എന്തായാലും ഇന്ന് കവർ ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഇത്രമാത്രം ആശ്രയിക്കുന്നവരുടെ യോഗക്ഷേമം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ഭഗവാൻ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് നടത്തുന്ന ഏക ശ്ലോകം. പിന്നെ ഒരു 26 മുതൽ 34 വരെ നിഷ്കാമ ഭക്തിയുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അതോടുകൂടി 9-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ ഇന്ന് വളരെ കാതലായിട്ടുള്ളതാണ്. 9-ാമത്തേതാണ് ഹൃദയഭാഗം. ആ ഹൃദയത്തിന്റെ ഗുഹരത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്ന ഭാഗത്താണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നതും മനസ്സിലാക്കാൻ പോകുന്നതും നോക്കാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ രുചിക്കാൻ പോകുന്നതും എന്നൊക്കെ പറയാം. തുടങ്ങാം. ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് TPCയുടെ വിവരണത്തിനായിട്ട്. ഭഗവാൻ 20-ാമത്തെ ശ്ലോകം തുടരുകയാണ്. ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 20-ാമത്തെ ശ്ലോകം. ത്രൈവിദ്യാമാം സോമപാപൂത പാപാ യജ്ഞൈരിഷ്ടാ സ്വർഗഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരീന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ.
ഇത് നമ്മുടെ സാധാരണ മീറ്ററിൽ പോകുന്ന ശ്ലോകമല്ല, കുറച്ച് നീണ്ടതാണ്. അതുകൊണ്ടാണ് രീതി മാറിപ്പോകുന്നത്. 8 അല്ല, കുറച്ച് നീട്ടി 24 വെക്കേണ്ടി വരും. ഓക്കെ. ഇതില് ത്രൈവിദ്യ എന്നാണ്, 3 വിദ്യകളാണ്. ഏതാ 3 വിദ്യകള്? ഋഗ്, യജുർ, സാമവേദം. അഥർവവേദം ഇതിനകത്ത് പെടില്ല, അത് വേറെ കാറ്റഗറിയാണ്. സാത്വികമായിട്ടുള്ള വേദം എന്ന് പറയുന്നത് കണ്ടന്റുകള് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഋഗ്, യജുർ, സാമവേദമാണ്. ഇതാണ് 3 വിദ്യ. അത് കർമ്മകാണ്ഡ വിദ്യകളിൽ ഏറ്റവും പ്രാവീണ്യമുള്ളത്. യജുർവേദങ്ങളുടെ കർമ്മങ്ങളുടെ, നമ്മുടെ ഇഷ്ടകർമ്മങ്ങളുടെയൊക്കെ ഇഷ്ടാപൂർത്തമാണ് സനാതനം. ഇഷ്ടകർമ്മങ്ങളുടെയൊക്കെ കാതലതാണ്. മാം എന്ന് പറഞ്ഞാൽ എന്നെ എന്ന് വെച്ചാൽ പരമാത്മാവിനെ. അത് എൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവാം ഭഗവാനാണെന്നും എനിക്ക് ധരിക്കാം. സോമപാ എന്ന് പറയുന്നത് സോമരസം പാനം ചെയ്യുന്നവർ എന്നാണ്. അത്തരം സോമരസം പാനം ചെയ്യുന്ന പൂതപാപ എന്നാണ്. യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശുദ്ധീകരിക്കപ്പെടുന്നവരാണ് പൂതപാപം. യജ്ഞൈർ, യജ്ഞങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടകർമ്മം എന്ന് പറയുന്നത്, അതാണ് ഇഷ്ട്വാ, ആരാധിച്ച് പൂജിച്ച് ചെയ്യുന്നവര്. പൂർത്തകർമ്മം എന്ന് പറയുന്നത് എൻവിറോൺമെന്റൽ ആണ്. ഇവിടെ ഇഷ്ട്വാ എന്നാണ്. സ്വർഗതിം, സ്വർഗലോകത്തെ പ്രാപിക്കുന്ന ആൾക്കാർ. പ്രാർത്ഥയന്തേ, അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ്. തേ, അവര് ആരാണ്? അവര് പുണ്യഫലത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നവർ. അസാധ്യ എന്നാണ്, പ്രാപിക്കുന്നവര്, പ്രാപിച്ചിട്ടുള്ളവര്. എവിടെ പ്രാപിച്ചു? സുരേന്ദ്രലോകം എന്നാണ്. ദേവരാജാവിന്റെ ഇന്ദ്രലോകത്ത്, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ, സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവരാജാവാണ്. ആ ദേവരാജാവായ ഇന്ദ്രന്റെ ലോകത്ത്, സ്വർഗലോകത്ത് എത്തിയിട്ടുള്ള അശ്നന്തി, അത് അനുഭവിക്കുന്നവര്. ഏതൊക്കെ? ദിവ്യാൻ, ദിവി എന്ന് പറഞ്ഞാൽ സ്വർഗാണ്. ദിവ്യാൻ എന്ന് പറഞ്ഞാൽ ദിവ്യമായ സ്വർഗത്തിലുള്ള ജനങ്ങൾ. അവരാരൊക്കെയാണ്? ഭോഗവാൻ, ആരെ ഭോഗിക്കുന്നവര്? ദേവന്മാരെ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളുള്ളവര്. അപ്പൊ 3 വേദങ്ങളില് കർമ്മകാണ്ഡ വിദ്യയിലെ പ്രാവീണ്യമുള്ളവരും, സോമയാഗം ചെയ്ത് സോമരസം പാനം ചെയ്തിട്ടുള്ളവരും, യജ്ഞങ്ങളിലൂടെ പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിട്ടുള്ള, സ്വർഗപ്രാപ്തി നേടിയിട്ടുള്ള, അനുഗ്രഹിച്ച് ആരാധിക്കപ്പെട്ടിട്ടുള്ള അത്തരം ആൾക്കാരുടെയൊക്കെ തങ്ങളുടെയൊക്കെ ആ ലോകത്തേക്ക്, അത് ഏത് ലോകമാണ്? ഇന്ദ്രന്റെ ലോകത്ത്, സ്വർഗലോകത്തേക്ക് പ്രാപിച്ചിട്ടുള്ള ദേവന്മാര് അനുഭവിക്കുന്ന ദിവ്യ സുഖങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകം ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് വേദവിഹിതമായ യജ്ഞങ്ങളുണ്ടല്ലോ, ഇതൊക്കെ യജ്ഞങ്ങളൊക്കെ വേദവിഹിതങ്ങളാണ്. അത്തരം വേദവിഹിതങ്ങൾ, കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് സ്വർഗ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ആഗ്രഹങ്ങൾക്ക് നിവൃത്തി കണ്ട് സ്വർഗലോകത്തേക്ക് പോയി നമുക്ക് ലഭിക്കുന്ന എല്ലാം ഈ ലോകത്ത് നമുക്ക് തരാണ്. അത് നമ്മുടെ ചിന്തകളിലൂടെ, ആശയങ്ങളിലൂടെ, ഭക്തിയിലൂടെ സ്വർഗലോകത്ത് എന്താണോ കിട്ടുന്നത് അത് ഇവിടെ തന്നെ അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ഭക്തിയെ കൊണ്ട് നിറച്ചാൽ മതി എന്നാണ്. അതാണ് ഇഷ്ടകർമ്മം. അത് പരമമോക്ഷമല്ല, അത് ആഗ്രഹിക്കുന്നത് തന്നെ. അത് പരിമിതമായ ഒരു ഭോഗം എന്ന് പറയുന്നത് സ്വർഗഭോഗമാണ്. അതാണ് നമ്മുടെ ഫലം. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു എന്നുള്ള പോലെയാണ്. അതുകൊണ്ട് അത് വളരെ താൽക്കാലികമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇനി വരാൻ പോകുന്ന ശ്ലോകം ഉണ്ടല്ലോ, അതിൽ ഭഗവാൻ കൃത്യമായിട്ട് പറയും, 9:21 വരാൻ പോകുന്നതില്, പുണ്യം നശിച്ചാൽ എന്താ പറ്റുക? വീണ്ടും മർത്യലോകത്തിലേക്ക് വരും. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ കണ്ടിന്യൂഷനൂടെ പോകണം. അതുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഭക്തിയോഗത്തെ കൂടെ കൊണ്ടു ചേർന്നാൽ മാത്രമേ പരമാത്മാവിന്റെ അടുത്തെത്താൻ സാധിക്കുള്ളൂ, പ്രാപ്തി അവിടേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മോക്ഷത്തെ നയിക്കാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന്റെ കൂടെ തന്നെ ഈ ഭക്തിയും കൊണ്ട് നടക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയായാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ആ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാനിൽ പ്രാപിക്കാനുള്ള മാർഗം എന്ന് 22ാമത്തെ ശ്ലോകത്തിന്റെ ഒരു പ്രീ സെറ്റ് ചെയ്തു തരികയാണ്. അവിടെ കണ്ടീഷൻ പറയും. ആ കണ്ടീഷൻ പറയുന്നതിന് മുമ്പ് എന്തൊക്കെ പഠിച്ചിട്ടാണ് നമ്മളൊരു കോൺട്രാക്ട് എഴുതുന്ന ഇന്നതൊക്കെയാണെന്ന് പഠിക്കണമല്ലോ, ബേസിക് റൂള്. അതാണ് ഈ 20ഉം 21ഉം പറയുന്ന ശ്ലോകങ്ങൾ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്ലോകത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും പരമോന്നതിയിലേക്ക് എത്തി.
അതാണ് 20, 21, 22 ആകുമ്പോഴത്തേക്കും ടോപ്പായി. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അല്ലേ ടിപിസി? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇവിടെ എനിക്കൊരു സംശയമുള്ളത്, ഇപ്പം ഈ സുരേന്ദ്ര ലോക എന്ന് പറയുമ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെ ഒരു അവസ്ഥയും കൂടിയാണോ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അതിൽ നേടാൻ സാധിക്കുന്ന. അതുകൊണ്ടാ പറഞ്ഞ ഈ കർമ്മം ചെയ്യുന്ന സമയത്തുള്ള ഭക്തി വരുമ്പോ കിട്ടുന്ന ഒരു പാഷൻ ഉണ്ടല്ലോ, ആ പാഷൻ നമുക്ക്, ഇതൊക്കെ നമ്മുടെ എവരിഡേ ആക്ടിവിറ്റികളിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഫലം, അത് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് കർമ്മം തന്നെയാണ്. പക്ഷെ സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുണം ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന സകർമ്മങ്ങളൊക്കെയാണ് കർമ്മമായിട്ട് ഭഗവാനായിട്ടിരിക്കുന്നത്. നമ്മൾ പാഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്താലും അത് ഭഗവാൻ തന്നെയാണ്, അത് ഭഗവാന്റെ കർമ്മമാണ് എന്നുള്ളതാണ്. ശരിയാണ്, മനസ്സിലായി. അതിലാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഏറ്റവും അധികം സുഖം ലഭിക്കുന്ന ഒരു പൂജ അല്ലെങ്കിൽ തപസ്. കറക്റ്റ്, മനസ്സിലായി. വളരെ മനോഹരമായിട്ടാണ് ആ 20ാമത്തെ ശ്ലോകം അടുത്ത ശ്ലോകങ്ങളിലേക്കുള്ള മുന്നോടിയായിട്ട് അങ്ങ് വലിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. അടുത്തത് ഭഗവത്ഗീത 9ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 21ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന ഗദാഗദം കാമകാമാലഭന്തേ. എന്ത് രസകരമായിട്ടാ പറഞ്ഞിരിക്കുന്നതായിരിക്കും. ഈ മർത്യലോകം, ഭൂലോകം എന്ന് പറയുന്ന മർത്യലോകം, അതിൽ ഗതാഗതം, ഗതാഗതം എന്ന് പറഞ്ഞാൽ ജനിക്കുക മരിക്കുക എന്നർത്ഥം. ഈ മർത്യലോകത്തിൽ വരികയും പോവുകയും ചെയ്യുന്നവരെന്നർത്ഥം. ജനന മരണങ്ങളുടെ ചക്രങ്ങളിൽ പെട്ടിട്ടുള്ള വരവും പോകലും എന്ന് പറഞ്ഞതർത്ഥം. എന്നിട്ടോ അതിനിടയിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഭോഗേച്ഛ കൊണ്ട് കാമഹ എന്നാണ്. കാമങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് എന്ത് ലഭിക്കണം? ലബന്ധേ, എന്ത് പ്രാപിക്കാൻ സാധിക്കുന്നു? അവർ പിന്തുടരുന്ന, ആശ്രയിക്കുന്ന വേദങ്ങളുടെ, കർമ്മകാണ്ഡങ്ങളുടെയൊക്കെ ഈ ഒരു കാലത്ത് എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, എന്തൊക്കെ കിട്ടുന്നുവോ, എവിടെയൊക്കെ പ്രവേശിക്കുന്നുവോ, എന്തൊക്കെ തിരിച്ചറിയുന്നു, അതൊക്കെ കഴിയുമ്പോൾ ക്ഷീണേ പുണ്യേ, ക്ഷയിക്കുന്നവരുണ്ട്, പുണ്യഫലം ലഭിക്കുന്നവരുണ്ട്. വിശാലമായിട്ടുള്ള മഹത്തായിട്ടുള്ള സ്വർഗലോകം അനുഭവിച്ച ശേഷം ഭുക്ത്വാ എന്നാണ്. ഏത്? അവർ, ആര്? ഈ ജനങ്ങൾ, ഇങ്ങനെ കടന്നും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഈ നമ്മളൊക്കെ അതിനകത്ത് പെടും. ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരുമാണ്, ഭഗവാനാണല്ലോ പറയുന്നത്. തേ, അവര്, തം, ആ, ഏത്? ഭുക്ത്വാ, അനുഭവിച്ച ശേഷം സ്വർഗലോകത്തേക്ക് പോവാൻ. നേരത്തെ പറഞ്ഞല്ലോ സ്വർഗലോകത്ത് പോകാനുള്ള കണ്ടീഷനിൽ. അവരെന്താ ഇവിടെ ചെയ്യണത്? ഇതൊന്നും അറിയാതെ ഈ വിശാലമായ മഹത്തായ ഈ ലോകത്ത് ക്ഷയിക്കുകയാണ്. നന്നാവുന്നൊന്നുമില്ല. എന്താ കാരണം? ഈ ജന്മം ഇങ്ങനെ പുണ്യഫലം ചെയ്യും. പക്ഷെ പുണ്യഫലം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മർത്യലോകത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതിനെ നശിപ്പിക്കും, പിന്നെയും ജനിക്കും. ഇങ്ങനെ പ്രവേശിച്ച് തിരിച്ചു വന്ന് പിന്നെയും പോയി, പിന്നെയും അങ്ങനെ വരരുതെന്നാ ഭഗവാന്റെ ഇഷ്ടം. ഒറ്റയടിക്ക് അങ്ങോട്ട് പോകണം മോക്ഷത്തില്. പക്ഷെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഈ 3 വേദങ്ങളിലും കർമ്മകാണ്ഡമായിട്ടുള്ള ധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇപ്രകാരം ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും പിന്തുടരുന്നവര്, ആശ്രയിക്കുന്നവര്, ഇതൊന്നും ചെയ്യാതെ ജനനമരണ ചക്രത്തിൽ വരവും പോകലും മാത്രമായി നടന്നുകൊണ്ട് എന്താ നടക്കുന്നത്? കാമകാമാഹ, ഭോഗ ഇച്ഛങ്ങളിൽ, അവനവന്റെ ആഗ്രഹങ്ങള് അത് മാത്രം മനസ്സിൽ വെച്ചിട്ട് ലഭന്തേ, അങ്ങനെ പ്രാപിക്കുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് ഈ വിശാലമായ ലോകത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിച്ച ശേഷം എന്തൊക്കെ പുണ്യഫലം ക്ഷയിക്കാൻ സാധിക്കുന്നു അതൊക്കെ ക്ഷയിച്ചു പോവാണ്. എന്നിട്ട് വീണ്ടും മർത്യലോകത്തിലേക്ക് മടങ്ങി വരും. ഇങ്ങനെ ഈ 3 വേദങ്ങളും കർമ്മകാണ്ഡങ്ങളെ ആശ്രയിച്ച് ഭോഗങ്ങളെ ആഗ്രഹിച്ച് ഭോഗങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജനന മരണങ്ങളുടെ വരവും പോകലും പ്രാപിച്ചു കൊണ്ടേയിരിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ശരിക്കു പറഞ്ഞാൽ എന്താണ് കർമ്മമെന്ന് മനസ്സിലാക്കി, എന്താണ് ഭക്തി എന്ന് മനസ്സിലാക്കി, അതിൽ പൂർണ്ണമായി ലയിച്ച് എൻജോയ് ചെയ്ത് ശാശ്വതമായ സ്വർഗം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് യജ്ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞകർമ്മങ്ങളായി. അതല്ലേ, ഭക്ഷണം കഴിക്കുന്നത് പോലും യജ്ഞമാണ് നമുക്ക്. ആ അവസ്ഥയിലേക്ക് നോക്കി ദാനം ചെയ്ത് പുണ്യകർമ്മങ്ങൾ ചെയ്ത് സമ്പാദിച്ച പുണ്യത്തിന്റെ ബലത്തിൽ സ്വർഗലോകം ലഭിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിട്ട് പോലും അതൊക്കെ തീരും. എന്നിട്ട് ഭൂമിയിലേക്ക് പിന്നെയും തിരിച്ചു വരും.
പിന്നെയും തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ ഈ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞു തരികയാണ് ഭഗവാൻ. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ, താൽക്കാലികമായിട്ടുള്ള സുഖം കിട്ടാനുള്ള കാമ്യകർമ്മം വിട്ട് നിഷ്കാമഭക്തിയായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ദൈവപ്രാപ്തിയിലേക്ക് പോകാനുള്ള പ്രധാനമായിട്ടുള്ള മാർഗം, സത്യം എന്തൊക്കെയാണ്, ധർമ്മം എന്തൊക്കെയാണെന്ന് ഭോഗങ്ങൾ ലക്ഷ്യമാക്കിയിട്ടല്ല, അങ്ങനെ ഗതാഗതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവാതെ, സംസാര ചക്രത്തിലിടുന്ന് കറങ്ങാതെ ഏറ്റവും നല്ല മാർഗം എന്താണ് എന്ന്, അതാണ് ഈ ഗുഹ്യം എന്നൊക്കെ പറയുന്നത്. ഭോഗം ആഗ്രഹിക്കുന്നവർ സ്വർഗം നേടും, ഭഗവാനെ ആഗ്രഹിക്കുന്നവർ ഭഗവാനെ നേടും. പക്ഷെ അതിനിടയിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇടവേള എന്ന് പറയുന്ന സംഭവം, അത് മോക്ഷത്തിന് അന്തിമമായ ലക്ഷ്യം കിട്ടാൻ സാധിക്കാതെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതല്ലാതെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എങ്ങനെയുള്ളവരെയാണ് ഞാൻ ഏറ്റെടുക്കുക? ഇങ്ങനെയുള്ളവരൊന്നും ഞാൻ ഏറ്റെടുക്കില്ല. ഇന്നത് ചെയ്താൽ ഏറ്റെടുക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ പറയാണ് അവിടെ. വലിയ രസകരമായിട്ടുള്ള, നമ്മളൊക്കെ ഒരു ഈ നാടകമൊക്കെ പറയുന്ന സമയത്ത് ഈ സസ്പെൻസിലൊക്കെ വെക്കില്ലേ, അതുപോലെയാണ് ഭഗവാന്റെ കഥ പറയുന്നത്. ഇവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മള് ഈ ക്ഷീണേ പുണ്യമർത്തി ലോകം വിശന്തി എന്ന് പറയുമ്പോ നമ്മുടെ മെറിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങൾ ആർജിച്ചിട്ടുള്ളത് അതിന്റെ ഒരു വാലിഡിറ്റി പീരീഡ്, അതിന്റെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതേ താഴോട്ട് തന്നെ വരുന്നു എന്നാണോ അർത്ഥമാക്കുന്നത്? നമ്മുടെ കുഴപ്പം എന്താ വെച്ചാല്, നമ്മള് കുറച്ച് നല്ല കർമ്മം ചെയ്താൽ വിചാരിക്കും ഇതൊക്കെ മതി ഇനി രക്ഷപ്പെട്ടു പോവാൻ. അപ്പോഴാണ് ഭഗവാൻ ഇനി അടുത്ത അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ടെസ്റ്റ് തരിക. നമ്മൾ നല്ല സ്റ്റുഡന്റിന് കൊടുക്കുന്നത് ടഫായിട്ടുള്ള അസൈൻമെന്റ് ആണ് അല്ലേ? ആ ടഫായിട്ടുള്ള അസൈൻമെന്റ് കൊടുക്കുമ്പം എന്തിനാ അതൊക്കെ ചെയ്യണേ, ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞല്ലോ. അങ്ങനെ ഇല്ല. നമുക്ക് ഭഗവാൻ തരുന്ന ഓരോ ടെസ്റ്റ് പ്രോസസ്സും ഹയർ ആൻഡ് ഹയർ ആൻഡ് ഹയർ ആൻഡ് ഹയർ ആണ്. അത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ ടെസ്റ്റ് പ്രോസസ്സാണ്, ആ ടെസ്റ്റ് പ്രോസസ്സ് പാസ്സായാലേ ഭഗവാൻ പറയുന്ന ഈ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള നിഷ്കാമ ഭക്തി എന്ന് പറയുന്നത് കുറേ ടെസ്റ്റുകൾ നടക്കും. അത് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ഭക്തന്മാരായിരിക്കും, അവസാനത്തെ ടെസ്റ്റിൽ തോറ്റുപോകും. അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യണം. പൂർണ്ണ ഭക്തി, സറണ്ടർ എന്ന് പറയുന്നത് എന്താണ്? ആ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ കുറേ ടെസ്റ്റ് പ്രോസസ്സ് നടക്കണം. നമ്മൾ നരനായി ഇങ്ങനെ ജനിച്ചു അത് പറയാറില്ലേ, പടി 6 കടന്നിട്ട് അവിടെ പോകണം. ഈ ഓരോ കടന്നു പോകുന്ന 3 കടന്നിട്ട് തിരിച്ചു വരുന്നവർ കുറെ പേരുണ്ടാവും. അതാണ് എല്ലാവരുടെയും കുഴപ്പം. എത്രയോ ആൾക്കാരുണ്ട് ഭഗവാന്റെ സപ്താഹം നടത്തുന്ന ആൾക്കാരൊക്കെ അവസാനം ഇതൊക്കെ വിട്ടെറിഞ്ഞു പോകും അല്ലെ? ആ അവസ്ഥ ഉണ്ടാവരുത് എന്നാണ്. ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോ സ്റ്റുഡന്റിന്റെ ക്വാളിഫിക്കേഷനും പിന്നീട് കിട്ടുന്ന അസൈൻമെന്റും അത് വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് മുന്നിലുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ കുറെയൊക്കെ ഒരു നല്ല ഈവൻ മൈൻഡഡ്നെസ്സിൽ എത്തി എന്ന് കരുതുമ്പോഴായിരിക്കും ഒരു വലിയൊരു പ്രശ്നം നമുക്ക് വരുന്നതും നമ്മുടെ ക്ഷമയൊന്നും ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാകുന്നതും അല്ലെ. അപ്പൊ ആ ഒരു ടെസ്റ്റ് തന്നെയാണ്, അതിനെ നേരിട്ട് ശാക്തീകരിക്കാൻ ഭഗവാൻ തരുന്ന അവസരങ്ങളാണ്, അതെല്ലാം അസൈൻമെന്റുകളാണ് എന്നുള്ളത് അങ്ങ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നു നമ്മളെ കേൾക്കുന്നവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും പതിയും. എന്റെ മനസ്സിൽ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മള് ചിലര് BA കൊടുത്തിട്ട് വിടുവല്ലോ, BA ഹിസ്റ്ററി അല്ലേ, അത് അവിടെ തീർന്നു. അവിടെ തീർന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ അവരെ പൊക്കി എനിക്ക് MA ഹിസ്റ്ററി കൊടുക്കാനാണ് എന്റെ ആഗ്രഹം. അവിടെ തീർന്നു. ഇല്ല, പിന്നെ PhD കൂടി കൊടുക്കണം. അത് പിന്നെ കണ്ടിന്യൂഷൻ ആണല്ലോ അല്ലെ, അതുപോലെയാണ് ഭക്തിയും ഭഗവാന്റെ അടുത്ത് എത്താനുള്ളത്. ഇവിടെ എത്തുമ്പോൾ എനിക്ക് എത്തിയതൊക്കെ തോന്നും, അവിടെ എത്തിയിട്ടില്ല. അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ്. അതെ, അതുപോലെ ഇപ്പൊ നമ്മൾ PhD എന്ന് പറയുമ്പോൾ പലരുടെയും ഒരു ധാരണ അവസാനത്തെ ഒരു പഠനത്തിൽ എത്തിയെന്നാണ്. ശരിക്കും നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് തുടങ്ങുന്നത് മാത്രമാണ് അല്ലെ PhD. സ്വയം പഠിക്കാൻ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നല്ലേ? കറക്റ്റ്. അത് ഏത് വിഷയം ചെയ്താലും കിട്ടുന്നത് ഡോക്ടർ ഓഫ് ഫിലോസഫി. എന്താണ് ഡോക്ടർ ഓഫ് ഫിലോസഫി? എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഫിലോസഫി. അതിനൊരു എക്സാമ്പിൾ ആണ് ഒരു സബ്ജക്ട് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഒരു സബ്ജക്റ്റിൽ ഞാൻ PhD എടുത്താൽ ബാക്കി ഏത് സബ്ജക്റ്റും അതുപോലെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ കഴിവുണ്ടാവുമ്പോഴാണ് ശരിക്കും ഡോക്ടറേറ്റ് ആവുന്നത്.
അതും അങ്ങയുടെ PhD നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് എന്നുള്ളതാണ് വേറിട്ട് നിൽക്കുന്നത്. റോക്കറ്റ് സയൻസ് എന്നൊക്കെ നമ്മൾ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. അതിലാണ് അങ്ങയുടെ PhD എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങക്ക് ഏത് വിഷയവും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 22-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ അങ്ങ് നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് തന്നെയാണ് അടുത്ത ശ്ലോകം. അത് ഭഗവാൻ തുടരുകയാണ്. അനന്യാശ്ചിന്തയന്തോ മാം ഈ ജനപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണും. ഇൻഷുറൻസ് കമ്പനിയുടെ എംബ്ലത്തിൽ കാണും യോഗക്ഷേമം വഹാമ്യഹം. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നീ ചത്തുപോകുമ്പോ കാശ് അങ്ങോട്ട് കൊണ്ടുതരാന്നാണ്. ഇങ്ങനെ സാധാരണ ഒരാൾ മരിച്ചു പോകുമ്പോ കിട്ടാനുള്ള കാശ് ഇനി ആര് തരും എന്നല്ലേ എല്ലാവർക്കും, അല്ലേ? ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അടിച്ചു പോയി എന്ന് വിചാരിക്കാം. ഞാൻ അയാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, അയാൾ തിരിച്ചു തരുന്നത് ഒരു കമ്പനിയേ ഉള്ളൂ, അങ്ങോട്ട് കൊണ്ടുപോയി കാശ് കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് കാശ് കൊടുക്കും. അതുപോലെയാണ് നിങ്ങൾ അടിച്ചു പോയാലും ഞാൻ കാശ് കൊണ്ടുതരാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഏറ്റെടുത്തത്. പക്ഷെ അതിന് കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അനന്യശ്ചിന്തയന്തോ മാം, മറ്റൊന്നും ചിന്തിക്കാതിരിക്കണം, ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ശ്രദ്ധയോടുകൂടി ചെയ്താൽ, അങ്ങനെ നിരന്തരം ചെയ്താൽ, ചിന്തയന്തഹ എന്നാണ്, അവസാനം കൂടി ചിന്തിക്കണം എന്നാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം ചിന്തിച്ചാൽ മാം, എന്നെ പര്യുപാസിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഭഗവാനെ പര്യുപാസിക്കണം എന്നല്ല. ഭഗവാൻ ഇവിടെ കർമ്മമാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെ പൂർണ്ണമായിട്ടും ഉപാസിച്ചാൽ, ആരൊക്കെയാണോ അങ്ങനെ ചെയ്യുന്നത്, ആരൊക്കെയാണോ ജനാ, ഏത് ജനങ്ങളൊക്കെയാണോ ഇങ്ങനെ ചെയ്യുന്നത്, തേഷാം, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. നിത്യാഭിയുക്താനാം, എപ്പോഴും എന്നോട് ചേർന്നിരിക്കുന്നവര്. ആരാ എന്നോട്? നിത്യമായിട്ട് കർമ്മം ചെയ്യുന്നവര്. അപ്പൊ കുറച്ച് ചെയ്തിട്ട് വിടാൻ പാടില്ല എന്നർത്ഥം. നമ്മൾ പകുതിയാവുമ്പോൾ ഉപേക്ഷിക്കല്ലോ, അങ്ങനെ പാടില്ല. അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കണം. എപ്പോഴാ പൂർണ്ണമായിട്ടും ചെയ്യാം? പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. മറ്റാർക്കെങ്കിലും വേണ്ടി ചായക്കുമ്പോൾ തുടച്ചു എന്ന് കാണിക്കുകയുള്ളൂ. അവനവന് താല്പര്യത്തോടുകൂടി തുടക്കുമ്പോഴോ ക്ലീൻ ആവുന്നത് വരെ തുടക്കും. അങ്ങനെ ക്ലീൻ ആവുന്നത് വരെ തുടക്കാൻ പറ്റുന്ന തരത്തില് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്, വേറൊരാൾ പറഞ്ഞിട്ടല്ല ചെയ്യണത്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാതെ ടോട്ടൽ ഡെഡിക്കേഷനോടുകൂടി, ഭക്തിയോടുകൂടി, പൂർണ്ണമായിട്ടും സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ അതിനെയാണ് ഭഗവാൻ യജ്ഞമായിട്ടും ഒക്കെ കാണുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മോക്ഷം എന്താണ്? മോക്ഷം ഒരു കുറേ കാര്യങ്ങൾ. എനിക്ക് കുറേ പ്രസിദ്ധി വേണം, എനിക്ക് കുറേ നോളജ് വേണം, എനിക്ക് കുറേ കാശ് വേണം. ഇതാണ് യോഗം. ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ എനിക്ക് വേണ്ടതെന്നാണ്. ഏത് മനുഷ്യനും ആവശ്യം നോളജ് കുറെ ഉണ്ടാക്കിയെടുക്കണം, എനിക്ക് കുറെ പ്രസിദ്ധി വേണം, എനിക്ക് കുറെ കാശും വേണം. ഇതൊക്കെ കിട്ടിയാൽ എന്താ കിട്ടുക? സന്തോഷം കിട്ടും. ഈ 3 കാര്യത്തിലേ ഉള്ളൂ. അത് എവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഭീഷ്മര് പറഞ്ഞിട്ടുണ്ട്, വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോധനം സമൃദ്ധ. ഈ 3 കാര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ശൂദ്ര സുഖമാപ്നിയാത്, നമ്മളൊക്കെ ശൂദ്രന്മാരാവും വേണം. സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നവനാണ് ശൂദ്രൻ. ശൂദ്ര സുഖമാപ്നിയാത് എന്നാണ്. എന്തിലാ സന്തോഷം കണ്ടെത്തുക? ഈ 3 കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തണം. കുറേ നോളജ് കിട്ടിയിട്ട് ദുഃഖിക്കുന്നവനോ ഒരു കാര്യമില്ല. കുറേ പൈസ കിട്ടിയിട്ട് ദുഃഖിക്കുന്നവരുണ്ട് കുറെ പേര് നമുക്ക് ചുറ്റും. കുറേ പ്രസിദ്ധി കിട്ടിയിട്ടും ദുഃഖിക്കുന്നവരുണ്ട്. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ട് സന്തോഷിക്കാൻ പറ്റിയാൽ അയാൾ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി. ഇത് 3ഉം കൂടി ചേർന്നിട്ട് സന്തോഷം കൂടി കിട്ടിയാലോ അവരാണ് ഏറ്റവും നല്ല വ്യക്തി. അങ്ങനെയുള്ള അതാണ് യോഗം. ലഭിക്കുന്നതൊക്കെ ലഭിക്കാൻ സാധിക്കുന്നതാണ്. ലഭിക്കാത്തത് ലഭ്യമാക്കുമ്പോഴാണ്. എന്താ ലഭിക്കാത്തത്? ഇതൊക്കെ ലഭിക്കാത്തതാണ് പലർക്കും. അതിൽ കുറച്ചെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ യോഗികളായി. അവരാണ് യോഗികൾ. ആ യോഗം കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യണം? ക്ഷേമമായിട്ട് വെക്കാനും സാധിക്കണം. ലഭിച്ചിട്ട് കാര്യമില്ല. എന്താണ് ക്ഷേമം എന്ന് പറഞ്ഞാൽ? സേഫ് എന്നാണ് അർത്ഥം. സംരക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് ക്ഷേമം. ക്ഷേമം തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ സുഖമായിട്ട് ഇരിക്കുന്നതിനെ അതേപോലെ പരിപാലിക്കാൻ സാധിക്കുന്നുണ്ട്.
പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ പരീക്ഷയ്ക്ക് മറന്നുപോകും. ഇതിനെ പഠിച്ചിട്ടെന്താ കാര്യം? ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത നോളജ് കൊണ്ട് എന്താ കാര്യം? ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രസിദ്ധി കൊണ്ട് എന്താ കാര്യം? ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത ധനം കൊണ്ട് എന്താ കാര്യം? അപ്പൊ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ക്ഷേമമായിട്ട് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ യോഗവും ക്ഷേമവും ഗ്യാരണ്ടിയാണ് ഭഗവാൻ. ഇത് അതാണ് യോഗക്ഷേമം. നമ്മുടെ യോഗക്ഷേമ സഭയൊക്കെ എങ്ങനെയാണ്? അപ്പൊ ആ യോഗക്ഷേമം വഹാമ്യഹം, അത് വഹിക്കുന്നു, ഏറ്റെടുക്കുന്നു ഞാൻ. അഹം എന്നാണ്, ഞാനാണ് ഏറ്റെടുക്കുന്നത്, ഞാൻ ഗ്യാരണ്ടി പറയണം. അതാണ് കോൺട്രാക്ച്വൽ എന്ന് പറയാൻ കാരണം. അത് എന്നെ മാത്രം നിരന്തരം ചിന്തിക്കണം എന്നാണ്. അനന്യശ്ചിന്തയന്തോ മാം, എന്നെ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളില് നിങ്ങൾ പൂർണ്ണമായിട്ടും ഏകാഗ്രതയോടുകൂടി ഭക്തിയോടുകൂടി ഡിവോഷണൽ ആയിട്ട് ആരാണോ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് അത്തരം ആൾക്കാരെ ഭക്തരെന്നാ പറയാം. എന്തിന്റെ ഭക്തിയാണ്? കർമ്മഭക്തര്. അവർക്ക് അവരെ നേടിയെടുത്തിട്ടുള്ളതൊക്കെ, നമ്മൾ നല്ല ബിസിനസ്സുകാരനാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ബിസിനസ് ഒന്നും വേണ്ടെന്ന് വെച്ചുള്ള കാശൊക്കെ പോകും. നല്ല പ്രസിദ്ധി നേടി അത് കഴിഞ്ഞിട്ട് വേണ്ട തോന്നിയാസം കാണിച്ചാലോ പ്രസിദ്ധിയൊക്കെ പോകും. നല്ല വിദ്യ നേടി അത് പ്രാക്ടീസ് ചെയ്യാനും കൊടുക്കാണ്ടിരുന്നാലോ, നേടിയ വിദ്യകൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോഴേ നമുക്ക് കൂടി കൂടി വരുള്ളൂ. അതുകൊണ്ട് ആ വിദ്യ ഉപയോഗിക്കണം. ഈ 3 കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താ കിട്ടുക? സന്തോഷം കിട്ടും. അങ്ങനെ കിട്ടുമ്പോ അത് പിന്നെയും കൂടി കൂടി വരും. അത് ഭഗവാൻ കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ ഉപയോഗിക്കണം, അത് കൂട്ടണം. അതുകൊണ്ട് ഭഗവത്ഗീത ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും ആശ്വാസം നൽകുന്നതെന്ന് പറയാം. ആർക്ക്? കർമ്മികൾക്ക്. ഏത് ഭഗവാനാണ് ഇങ്ങനൊരു ഗ്യാരണ്ടി പറയാൻ നോക്കിയ? ഒരാൾ പറഞ്ഞിട്ടുള്ളൂ ലോകത്ത്, വേറെ ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല. എന്നെ മറന്നാൽ ഞാൻ കൈവിടും, എന്നെ മറന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചു നടക്കുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ഭക്തന്റെ ദൈവം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന, ഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടിയാണ് യോഗവും ക്ഷേമവും. യോഗം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, യോഗവും വേണം, ക്ഷേമവും. അത്രയും ആഴത്തിലാണ് ഇതിനർത്ഥം. ഇല്ലാത്തത് ലഭിക്കാനും ലഭിച്ചതിനെ സംരക്ഷിക്കാനും. അത് ശങ്കരാചാര്യർ പറയുന്നത് അങ്ങനെയാണ്. അപ്രാപ്യസ്യ പ്രാപണം യോഗഃ, പ്രാപ്തസ്യ പരിരക്ഷണം ക്ഷേമഃ എന്നാണ്. അപ്രാപ്യസ്യ പ്രാപണം യോഗഃ, ഇനി പ്രാപിച്ചതിനെയോ പ്രാപ്തസ്യ പരിരക്ഷണം ക്ഷേമഃ എന്നാണ്. ലഭിക്കാത്തതിന് ലഭിക്കുന്ന തരത്തിൽ യോഗവും ലഭിച്ചതിനെ സംരക്ഷിക്കുന്നതിൽ ക്ഷേമവും. ഇതിനപ്പുറം ഒരു എക്സ്പ്ലനേഷൻ ആർക്കും പറയാൻ സാധിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ട്, വളരെ രസകരമായിട്ട്, അത് 9, 20, 21 പറഞ്ഞിട്ടുള്ള സ്വർഗഭോഗവും സ്വർഗം ലഭിക്കുമെന്നും പുണ്യം കിട്ടുമെന്നും ഭൂമിയിൽ മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ 22 എന്താ പറയുന്നത്? ഭോഗമല്ല, ഭഗവാനാണ്, ചെയ്യേണ്ട കർമ്മത്തിലാണ് പ്രാധാന്യം വേണ്ടത്. അത്തരം ഭക്തന്മാര് ഞാൻ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും എന്ന് പറയുന്നു. എന്ത് രസകരമായിട്ടുള്ള ശ്ലോകാന്ന് ആലോചിച്ചു. സത്യത്തിലെ ഏതൊരു മനപ്രയാസം ഉള്ളപ്പോഴും ഈ ഒരു ശ്ലോകം ഓർക്കുമ്പോൾ നമുക്ക് അസാമാന്യമായിട്ടൊരു ധൈര്യം കിട്ടും, അല്ലെ? ഭഗവാൻ നമ്മളെ കർമ്മികൾക്കേ കിട്ടുള്ളൂ, കിട്ടുള്ളൂ. കറക്റ്റ്, അതെ അതെ. അങ്ങയുടെ ഒരു സംശയം ചോദിക്കാനുള്ള, ഇതില് കിട്ടാത്തത് കിട്ടുന്നതിനെ യോഗവും കിട്ടിയതിനെ നിലനിർത്തുന്നത് ക്ഷേമവും ആണെന്ന് അങ്ങ് ശങ്കരാചാര്യരുടെ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. മറ്റൊരു സംശയമുള്ളത്, ഏജനപര്യുപാസതേ അങ്ങ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണോ, ഏത് വ്യക്തിയാണോ ഈ കർമ്മങ്ങളിൽ പൂർണ്ണമായിട്ട് ലയിച്ചുകൊണ്ട് ചെയ്യുന്ന അവർക്കെല്ലാം ഭഗവാൻ ഈ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് ജാതി മതാതീതമായിട്ടുള്ള ഒരു സംഭവമല്ലേ? കാരണം നമുക്കറിയാം അരിസ്റ്റോട്ടിലോ പ്ലേറ്റോയോ ഷേക്സ്പിയറോ അല്ലെങ്കിൽ തോമസ് എഡിസണോ ഒക്കെ അവരുടേതായ കർമ്മങ്ങളിൽ പൂർണ്ണമായിട്ടും ലഭിച്ചപ്പോ എത്തിച്ചേർന്നത് ഈ ഒരു ഫിലോസഫി തന്നെയല്ലേ? അത് ഭഗവാൻ പറയുന്ന ഈ ഒരു അവസ്ഥ തന്നെയല്ലേ? അല്ല, ലക്ഷ്മി വായിച്ചിട്ടില്ലേ ഇപ്പൊ അടുത്ത കാലത്ത് ഹൈക്കോർട്ട്, തമിഴ്നാട് ഹൈക്കോർട്ടാണെന്ന് തോന്നുന്നു ഓർഡർ കൊടുത്തത്, ഭഗവത്ഗീത റിലീജിയസ് ടെക്സ്റ്റ് അല്ല, ജീവിതം പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി. നമ്മുടെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫോറിൻ കറൻസി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചാൽ അത് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ്, റിലീജിയസ് ആക്ടിവിറ്റി അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോടതി തന്നെ പറയുന്നു ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാനെ പഠിപ്പിക്കും, റിലീജിയസ് ടെക്സ്റ്റ് അല്ല എന്നാണ്. അപ്പൊ ഇത് ബിയോണ്ട് റിലീജിയൻ, എല്ലാ മനുഷ്യന്മാർക്കും. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ
ഈ ഇതൊക്കെ പറയുന്ന സമയത്ത് ഹിന്ദുക്കൾക്ക് മാത്രം ആപ്ലിക്കബിൾ എന്നിട്ട് സ്റ്റാർ മാർക്ക് ഇട്ടിട്ടില്ലല്ലോ. കർമ്മം ചെയ്യുന്നവനെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഗക്ഷേമം മഹാമ്യഹം. ആർക്കാ? ഹിന്ദുക്കൾക്ക് മാത്രം യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇന്ന ബ്ലോക്കിൽ മാത്രമുള്ള, ഇന്ന ഡിസ്ട്രിക്റ്റിൽ മാത്രമുള്ള, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ജനിച്ചവർക്കൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ എവിടെ ജനിച്ചാലും എന്ത് ചെയ്താലും, അതും നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യൂ. എന്ത് രസകരമായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് ആലോചിച്ചു. നിങ്ങൾ പഴയതൊക്കെ മറക്കുക. ഏത് ജനങ്ങളാണോ ഇപ്പൊ മുതല്, അതാണ് കണ്ടീഷൻ. വേറെ ഒരു ജന്മവും ചോദിക്കുന്നില്ല നിങ്ങൾ ഏത് കുടിലാണ് ജനിച്ചത്, ആട്ടിൻ കുടിലാണോ അല്ല പശുവിന്റെ കുടിലാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് യൂണിവേഴ്സൽ ആയിട്ട് അല്ലെ, യൂണിവേഴ്സൽ ആയിട്ട് ഗ്ലോബൽ ആയിട്ട് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മാനുവൽ തന്നെയാണ്, ലൈഫിന്റെ ഒരു മാനുവൽ ആയിട്ട് തന്നെയാണ് ഭഗവത്ഗീതയെ. ഒരു കണ്ടീഷൻ പറയുമ്പോഴും ആ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അൺകണ്ടീഷണൽ. കറക്റ്റ് അൺകണ്ടീഷണൽ ആണ് കർമ്മം. അപ്പൊ നമ്മൾ അറിയാം, ഇപ്പൊ ഒരു ലൂയി പാസ്റ്റർ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയാണോ ആ ഒരു കർമ്മത്തിൽ മുഴുകിയത്, അവർക്കെല്ലാം ഈ ഒരു സക്സസ് ഉണ്ടായിട്ടുണ്ട്, അവർക്കെല്ലാം ആ ഒരു പൂർണ്ണതയും തൃപ്തിയും സന്തോഷവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ശ്ലോകം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതങ്ങ് മനോഹരമായിട്ട് പ്രാക്ടിക്കലായിട്ട് തന്നെ മനസ്സിലാക്കിച്ചു തന്നു. അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 23-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. ഏപ്യന്യദേവതാ ഭക്താ യജന്തി ശ്രദ്ധയാന്വിതാ തേബി മാമേവ കൗന്ദേയ യജന്ത്യ വിധിപൂർവകം. ആരൊക്കെയാണ്? അപ്പി, ഒന്നുമില്ലാതെ, ഒന്നും കൂടാതെ, അന്യദേവത, മറ്റു ദേവതകളെ. അപ്പൊ ആ സംശയം തീർന്നില്ലേ? വേറെ ഏത് റിലീജിയൻ ആയാലും കുഴപ്പമില്ലെന്ന്. മറ്റു ദേവതകളെ ഭക്ത യജന്തി, ആരാധിക്കുന്നു. ശ്രദ്ധയാന്വിത, അവിടെ എന്ത് വേണം? ശ്രദ്ധയും വിശ്വാസത്തോടും കൂടി ചെയ്യണം. നിങ്ങൾ എന്ത് പണി ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അവര് പോലും എന്താ ചെയ്യണത്? മാം, എന്നെ തന്നെയാണ്. ആരോടാ പറയുന്നത്? കുന്തിപുത്രനോടാണ്. സ്നേഹം കുറച്ച് കൂടി ഭഗവാന്. കൗന്ദേയ, എവിടെ വിളിക്കണ്ടോ എന്റെ മോനെ എന്ന് പറയുന്നതിന് തുല്യാണ്. യജന്തി, അത് ഏറ്റവും നന്നായിട്ട് നല്ല പണി ചെയ്യുന്ന എന്റെ മോനെ അങ്ങനെ ചെയ്താൽ യജന്തി, ആരാധിക്കുന്നു. അവധിപൂർവകം എന്നാണ്. യഥാർത്ഥമായിട്ടുള്ള തത്വജ്ഞാനം ശരിയായിട്ടുള്ളതല്ലാതെ എങ്ങനെ ചെയ്താലും അവിടെ ഭക്തി എന്ന് പറയുന്ന ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ വളരെ ഡെഡിക്കേറ്റഡാ ചെയ്തത്, പക്ഷെ ഒരു അബദ്ധം പറ്റി, കുഴപ്പമില്ല. ഡെഡിക്കേഷൻ ഉണ്ടോ, അബദ്ധം പറ്റിയാലും കുഴപ്പമില്ല. അതാണ്. അതുകൊണ്ട് നീ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ആലോചിക്കണ്ട, ചെയ്യുക പണി. അവിടെ നിങ്ങൾക്ക് വേണ്ടത്, ഞാനൊരു ഒരു ഒരു സ്ഥലം ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പം, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് പണ്ട്, ഈ നമ്മളൊക്കെ ചിമ്മിണിക്കൂട് ഉണ്ടാവുമല്ലോ, കെറസിൻ ലാമ്പിന്റെ, അതിൽ പുകയുള്ളത് നമ്മൾ തുടക്കുമ്പോഴേ പൊട്ടുള്ളൂ. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് തുടക്കുമ്പോൾ ചിലപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റും. അതൊന്നും കുഴപ്പമില്ല എന്നാണ്. കാരണം നിങ്ങൾ ഡെഡിക്കേഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യുന്നതിന്റെ ഫലം അത് പൊട്ടിപ്പോയോ, അത് തീർന്നിട്ടില്ലയോ ഒന്നും അറിയണ്ട. നിങ്ങളുടെ കർമ്മത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഞാൻ നല്ല ഡെഡിക്കേഷനോട് കൂടി പഠിപ്പിക്കുന്നു. അത് കേൾക്കുന്ന കുട്ടികൾ അത് പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്റെ കുറ്റമല്ല, ഞാൻ ചെയ്യുന്നത് ഡെഡിക്കേഷനോട് ചെയ്താൽ മതി. അത് ഈ എന്റെ തത്വബോധം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നതിലുള്ള എന്റെ ഡെഡിക്കേഷനാണ് എന്റെ തത്വബോധം. അത് കറക്റ്റ് ആണെങ്കിൽ, അത് എത്രത്തോളം നന്നാവുന്നുണ്ടോ അത്രത്തോളം ഞാൻ അതിന്റെ ഒരു 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 എന്താണ് മെറിറ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കാണാൻ അർത്ഥം. അത് നിങ്ങൾ ശിവനെ ആരാധിച്ചാലും ദേവിയെ ആരാധിച്ചാലും ഗണപതി ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും, നിങ്ങൾ ഏത് ക്രിസ്തുവിനെ ആയാലും മസ്തൂനെ ആയാലും കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും ആരാധിച്ചോളൂ. അത് അന്തിമമായിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഇതെന്നാണ്. കണ്ണടച്ചിരിക്കല്ല, കണ്ണ് തുറന്ന് കർമ്മം ചെയ്യാൻ വേണ്ടത്. കണ്ണടച്ചിരുന്നിട്ട് ഈ കഴിച്ച ഭക്ഷണം ദഹിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ആ എനർജി ബാക്കി പലരും തന്നിട്ടുള്ള ഭക്ഷണമാണ് എന്നെ പോറ്റി വളർത്തുന്നത്. അത് തരുന്നത് ഭഗവാനാണ്, സൂര്യനാണ്. അതിന് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് ഇതിന്റെയൊക്കെ. അതാണ് നമ്മൾ
പിന്നെ അഗ്നിഹോത്രം ചെയ്യുമ്പോൾ സൂര്യായ സ്വാഹ സൂര്യായ ഇതം നമമ പ്രജാപതയെ സ്വാഹ പ്രജാപതയെ ഇതം നമമ എന്നാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഇതൊന്നും എന്റേതല്ല, ആരോ തന്നിട്ടുള്ളതാണ്. ഇതിൽ എത്ര ആൾക്കാരുടെ മെനക്കെടുണ്ടാവും എന്ന് ആലോചിച്ചോക്കാം. ഞാൻ ഒരു ചെറിയ ഒരു വറ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് എൻ്റെ പ്ലേറ്റിൽ എത്തിക്കാൻ വേണ്ടി എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ഞാൻ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കുമ്പോൾ ഏതോ മണ്ണിലിരുന്നിട്ട് ചെളി പൂണ്ട സ്ഥലത്ത് ജോലി ചെയ്ത ആള് തരുകയാണ്. ഞാൻ ഇതിന്റെ ഒരു കർമ്മത്തിന്റെ ഒരു ഫലം അത് കഴിച്ച് എനിക്ക് ആരോഗ്യം ഉണ്ടാവുമ്പോ എന്ത് ചെയ്യണം? പലർക്കും അതിന്റെ ഗുണം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ്. അതാണ് എൻ്റെ ആരാധന, അതാണ് എൻ്റെ ഡെഡിക്കേഷൻ. അതെനിക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ ഭഗവാൻ എന്നെ അറിയാതെ, ഞാൻ അറിയാതെ അതിനുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എനിക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. ഏത് ദേവതയെ നിങ്ങൾ വിചാരിച്ചിട്ടോ, പക്ഷെ ചെയ്യുന്ന കർമ്മം ജനങ്ങൾക്ക് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആരാധനാമൂർത്തികളുടെ പിന്നാലെ നിങ്ങൾ പോയാലും കർമ്മം ചെയ്യുക എന്നതാണ്. അവധിപൂർവകം എന്നാണ്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. സനാതനധർമ്മം പറയുന്നത് വെറുതെ ഇരിക്കാനല്ല, പലർക്കും വേണ്ടി പലതും ചെയ്യാന്നാണ്. അപ്പൊ ഇതില് നമ്മൾ ഏകം സത് വിപ്ര ബഹുധാവന്തി എന്ന് പറയുമല്ലോ. പല തരത്തിൽ, പല നാമങ്ങളിൽ, പല വേഷങ്ങളിൽ, പല ഭഗവാനെ ആരാധിക്കുന്നവരായാലും അവരൊക്കെ ഈ സനാതന ധർമ്മികളുടെ ഭാഗമായി മാറുന്നവരാണ്. നമുക്ക് ഒരു 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 സിംഗിൾ ഭഗവാന്റെ പിന്നാലെ ഒരു ഓർഡർ കൊടുത്തിട്ടുള്ള സംഭവമല്ല. നമ്മുടെ ചിന്തകളിൽ എങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ നമുക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ വെറൈറ്റിയാണ്. കംപ്ലീറ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഓരോരാളുടെ അടുത്തും പോവാം. അവരുടെ ഒക്കെ പോയാലും ഞാൻ അതിന്റെ പിന്നാലെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് എന്നാണ്. ഗവൺമെന്റ് സിസ്റ്റം പോലെയാണ് നമ്മുടെ ഭഗവാൻ സങ്കല്പം എന്ന് പറയുന്നത്. അതിൽ ഒരാളല്ല, എല്ലാ ദേവീദേവന്മാരും അതിന്റെ ഭാഗമാണ്. എല്ലാ മിനിസ്റ്റേഴ്സിന്റെയും കൂടി ചേർന്നിട്ടുള്ളതാണ് ഗവൺമെന്റ്. അതുകൊണ്ട് ദേവതകൾ കുറെയാണ്, പക്ഷെ ദൈവം ഒന്നാണ്. മിനിസ്റ്റർമാര് കുറെയാണ്, പക്ഷെ മിനിസ്ട്രി ഒന്നാണ്. ആ രൂപം അനേകമാണ്, പക്ഷെ സത്യം ഒന്നാണ് എന്നുള്ളത്. എന്ത് രസകരമായ ഒരു ഭാവം ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് കർമ്മം, എഫക്റ്റ്, ഭരണം അതാണ് നന്നാവേണ്ടത്. ആര് ഭരിച്ചാൽ. മുമ്പും ടിപിഎസ്സി ഈ ഗവൺമെന്റ് സിസ്റ്റത്തിനോടാണ് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തെ ഉപമിച്ചിട്ടുള്ളത്. അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ഈ കാലഘട്ടത്തിലെ ഏതൊരു വ്യക്തിക്കും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് അതങ്ങ് അവതരിപ്പിക്കുന്നത്. കാര്യം നമുക്ക് ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ പണ്ടൊരു കാലത്ത് ഒരു ഫാമിലി ഡോക്ടറാണ് നമ്മളെ ചികിത്സിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. കണ്ണിന്, മൂക്കിന്, ചെവിക്ക്, അല്ലെ? അപ്പൊ അതുപോലെ ഒരു ഓർഗാനിസം ആണ് ഹ്യൂമൻ ബീയിങ് എങ്കിലും അതിന്റെ പല ഡിവിഷൻസ്, ഒരു സ്പെഷ്യലിസ്റ്റുകൾ ഓരോ ഭാഗത്തിനും വേണ്ടി ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ എന്ന് അങ്ങ് വളരെ മനോഹരമായിട്ട്, ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് ഹൈന്ദവ ധർമ്മത്തിൽ കാണാൻ പറ്റും എന്നുള്ളത് നമ്മളെ കേൾക്കുന്നവര് എന്നും മനസ്സിൽ കുറിച്ചു വെക്കട്ടെ. ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഇത് അവതരിപ്പിക്കാൻ ഇത്രയും ശാസ്ത്രജ്ഞാനമുള്ള ഒരു ഗുരുവിനെ കിട്ടിയതില് നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.